ഹായ് എല്ലാവർക്കും വീവേഴ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് സാരീസിൻ്റെ കളക്ഷനാണ്. നമുക്ക് 3 കളർ കോമ്പിനേഷനാണ് വന്നിരിക്കുന്നത്. നമുക്ക് ഡീറ്റെയിൽസിലേക്ക് പോകാം. ഫസ്റ്റ് വൺ വന്നിരിക്കുന്നത് നല്ലൊരു മസ്റ്റേർഡ് യെല്ലോ ഷെയ്ഡാണ്. അതിൽ ഇതേപോലെ ബോഡി ഫുള്ളും മാംഗോ പ്രിൻസാണ് വന്നിരിക്കുന്നത്. നമ്മൾ സെമി ടെസർ വെറൈറ്റി സാരീസിൽ കാണുന്ന ഒരു പ്രിൻ്റാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. ഈ സാരിയുടെ മെറ്റീരിയൽ വരുന്നത് ഒരു സിൽക്കി കോട്ട ഫിനിഷ് വരുന്ന ഒരു മെറ്റീരിയലാണ്. വളരെ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഒരു സാരിയാണ് കേട്ടോ. അപ്പം ഇതിൻ്റെ വിത്ത് ബ്ലൗസ് വരുന്നത് പ്ലെയിൻ മസ്റ്റേർഡ് യെല്ലോ ഷെയ്ഡിലാണ് വരുന്നത്. ഇങ്ങനെയാണ് വരുന്നത്. നല്ലൊരു കളർ കോമ്പിനേഷനാണ് കേട്ടോ. നമുക്ക് ഡെയിലി വാഷ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാരിയാണ്. ഇതിൻ്റെ റേറ്റാണ് ഏറ്റവും അട്രാക്റ്റീവ്. റേറ്റ് വരുന്നത് 480 ആണ്, പ്ലസ് ഷിപ്പിംഗ് ചാർജും ഉണ്ട്. നെക്സ്റ്റ് വരുന്നത് നല്ലൊരു പീക്കോ ഗ്രീൻ ഷെയ്ഡാണ്. ഇതിലെയും പ്രിൻസ് വരുന്നത് സെയിം നമ്മൾ നേരത്തെ കണ്ട യെല്ലോയിൽ കണ്ട സെയിം പ്രിൻസ് തന്നെയാണ്. പല്ലു പോർഷൻ വരുന്നത് ഇങ്ങനെയാണ്. വിത്ത് ബ്ലൗസ് വരുന്നത് പ്ലെയിൻ പീക്കോ ഗ്രീൻ ഷെയ്ഡാണ്. നല്ല കളർ കോമ്പിനേഷൻസാണ് 3 സാരീസും വന്നിരിക്കുന്നത്. നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ ഇപ്പം റെയിനി സീസണിലൊക്കെ നമുക്ക് വാഷ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാരിയാണ്. പക്ഷെ നമ്മൾ ഉടുത്ത കുറച്ചൊരു സ്റ്റിഫ്നെസ് കാണും, പക്ഷെ നല്ല ഒതുങ്ങിയിരിക്കുന്ന ഒരു സാരിയാണ്. റേറ്റ് വരുന്നത് 480 പ്ലസ് ഷിപ്പിംഗ് ചാർജാണ്. നെക്സ്റ്റ് വരുന്നത് നല്ലൊരു റോയൽ ബ്ലൂ ഷെയ്ഡാണ്. റോയൽ ബ്ലൂ ഷെയ്ഡിൽ ബാക്കി പ്രിൻസ് എല്ലാം സെയിം തന്നെയാണ്. പല്ലു പോർഷൻ ഇങ്ങനെ വരും. വിത്ത് ബ്ലൗസ് വരുന്നത് പ്ലെയിൻ റോയൽ ബ്ലൂ ഷെയ്ഡിൽ വരുന്ന വിത്ത് ബ്ലൗസാണ്. അപ്പോൾ നമ്മളത് ഡ്രൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊരു സെമി ടസർ സാരി ഉടുത്ത ഒരു ഫീലിംഗാണ് വരുന്നത്. നമ്മൾ പ്രിൻറ്റഡ് സിൽക്ക് സാരീസൊക്കെ ഇല്ലേ, അതിൻ്റെ ഒരു ഫീൽ തന്നെയാണ് വരുന്നത്. അപ്പോൾ ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേറ്റിലാണ് ഈ സാരി നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പം വേണമെന്നുള്ളവർ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ അയയ്ക്കുക. പിന്നെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ നമ്മുടെ കയ്യിൽ നിന്ന് പ്രോഡക്റ്റ്സൊക്കെ വാങ്ങിയവർ നമ്മൾക്ക് ഫീഡ്ബാക്ക് നമുക്കൊന്ന് ഷെയർ ചെയ്താൽ കുറച്ചുകൂടെ നമുക്ക് ഹെൽപ്പായിരിക്കും. അതായത് നമുക്ക് ഫീഡ്ബാക്ക് വന്നാലേ നമുക്ക് ഇപ്പോൾ ഫീഡ്ബാക്ക് തരുന്നവരുണ്ട്, തരാത്തവരുണ്ട്. അപ്പോൾ ഫീഡ്ബാക്ക് കുറച്ചുകൂടെ ആക്റ്റീവായിട്ട് തന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റിയെ പറ്റിയൊക്കെ നമുക്ക് എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ തീർച്ചയായും പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്തിട്ട് ഫീഡ്ബാക്ക് ഇടാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇനിയും പുതിയ വീഡിയോസുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. കീപ് സപ്പോർട്ടിങ്. താങ്ക് യു.